യൂട്യൂബ് ചാനൽ. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു സ്പെഷ്യൽ ഡേ. വേറൊന്നുമല്ല, മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പം ഞാൻ ഇന്ന് നമുക്ക് ഏറ്റവും ഇഷ്ടം ചിക്കൻ ആണെങ്കിലും മട്ടൺ ആണെങ്കിലും ഏറ്റവും ഇഷ്ടം നല്ലത് വളരെ ഇഷ്ടമാണ് അവൾക്ക്. പിന്നെ തേങ്ങാപ്പാലിൽ വേവിച്ചെടുക്കുന്നത് നമുക്കപ്പോൾ അപ്പം വീഡിയോ കണ്ടുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ്. പിന്നെ ഇപ്പം ഞാൻ വീഡിയോ ഇടൽ വളരെ കുറവാണ്. അപ്പോൾ ഇത് കുഞ്ഞുങ്ങളെത്തിയിട്ടില്ല എങ്കിലും നമ്മൾ ഉണ്ടാക്കുകയാണ്, എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ. പുകയടുപ്പിൽ വെച്ചാണ്. ഈ അടുപ്പിന് എന്തോ സംതിങ് പ്രശ്നങ്ങളുണ്ട്, കാരണം ഇവിടെയൊക്കെ പുക പിടിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള അടുപ്പുകൾക്ക് പുക ഇങ്ങോട്ട് വരത്തില്ല, എല്ലാം അങ്ങ് പോകത്തതേ ഉള്ളൂ മേളിലത്തെ കുഴലിലൂടെ. ഒക്കെ ഇതിന് സംതിങ് പ്രോബ്ലം ഉണ്ട്. നമ്മൾ ചോറ് മാത്രമാണ് സാധാരണ ഇവിടെ വെക്കാറുള്ളത്. ഇന്ന് ഞാൻ വിചാരിച്ച് നമ്മുടെ മട്ടൻ കറി ഇവിടെ വെച്ച് വേവിക്കാം. ആദ്യം ഒരു കാര്യം ചെയ്യാം, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ട് ഇതിനകത്ത് കൊള്ളുന്നതേ ഉണ്ടാക്കുന്നുള്ളൂ. വേറെ ആരും നമ്മൾ വിളിച്ചിട്ടില്ല. നമുക്ക് ഇതിനകത്ത് 1.25 കിലോളം വേവിക്കാൻ പറ്റും. അപ്പം എണ്ണ ചൂടായ ഉടനെ നമുക്ക് കടുകിടുന്നില്ല. കടുകിടാതെ നമുക്ക് നമ്മുടെ കൊച്ചുള്ളി, ഇത് ഫുള്ളും കൊച്ചുള്ളിയാണ്. അപ്പം കൊച്ചുള്ളിയും ഇഞ്ചി വെളുത്തുള്ളി 2 സവാള ഇത് പീസാക്കി വെച്ചിട്ടുണ്ട്. ഇത് പീസായിട്ടില്ല, ആക്കും ഞാൻ ഇതിനകത്ത് എടുത്ത് കളയണ്ടേ. അത് ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അത് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫുൾ വെളിച്ചെണ്ണയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്, വേറെ ഒരു എണ്ണയും ഉപയോഗിക്കുന്നില്ല. എങ്കിൽ മാത്രമേ ടേസ്റ്റ് ഉള്ളൂ കേട്ടോ. അതിലുണ്ടാക്കുമ്പോൾ ഉള്ള ടേസ്റ്റ് ഡിഫറെൻ്റ് തന്നെയാണ്, എല്ലാവർക്കും അറിയാവുന്നത് പോലെ. അപ്പം നമ്മൾ എണ്ണ ചൂടാവാറായിട്ടുണ്ട്. എണ്ണ ചൂടായ ഉടനെ നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, കണ്ടല്ലോ എണ്ണ ചൂടായതിൻ്റെ തെളിവ്. അപ്പോൾ ഇത് കുറച്ച് ടൈം എടുത്ത് ഉണ്ടാക്കേണ്ടുന്നത് കൊണ്ടാണ് ഞാൻ ഈ നമ്മുടെ പുകയടുപ്പിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. മനസ്സിലായോ? അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം, നല്ല പോലെ വഴവണം കേട്ടോ. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആ സവാളയും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ടേക്കാം. അപ്പം എല്ലാം കൂടെ ഒന്ന് സെറ്റായി വരണം. ഇനി തേങ്ങാപ്പാൽ ഒഴിച്ച് ഉള്ള കറി എന്നല്ല ഇതിന് പേര്, തേങ്ങാപ്പാലിൽ വേവിച്ചെടുത്ത മട്ടൻ കറി, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് നമ്മൾ ചെയ്യാറുണ്ട്. അവസാനം എല്ലാം സെറ്റായിട്ട് തേങ്ങാപ്പാലിൽ ഒഴിച്ചൊക്കെ എടുക്കുന്നത്. അപ്പം ഇത് തേങ്ങാപ്പാലിലാണ് ഇത് വേവിക്കുന്നത് തന്നെ കേട്ടോ. അപ്പം നമുക്ക് ഇതൊന്ന് സെറ്റാക്കാം. അവിടെ ഇരിക്കട്ടെ, നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഉപ്പ് ഇടുന്നില്ല കേട്ടോ, പതുക്കെ ഇതായിക്കോളും. ഇവിടെ അടുപ്പിൽ കിടന്ന് നല്ല വഴണ്ട് വരിക, അതാണ് ഇതിൻ്റെ മെയിൻ കാര്യം. അപ്പം പതുക്കെ നമുക്ക് തീയിട്ട് കൊടുക്കാം. ഞാൻ ആദ്യം 2 ചിരട്ട വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ആവട്ടെ, നല്ലതുപോലെ ആവട്ടെ കേട്ടോ. ചോറ് തലോടെ വെച്ചേക്കുന്നതേ ഉള്ളൂ. ഇത് രാത്രിത്തേക്കാണ് നമ്മൾ ഇതുണ്ടാക്കിയിടുന്ന മട്ടൻ കറി കേട്ടോ. കാരണം അപ്പം സെറ്റായിട്ടിരിക്കത്തുള്ളൂ. ഉള്ളി ഇങ്ങനെ പതുക്കെ വഴണ്ട് വരുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇത് വെച്ച് അടച്ച് വെച്ച് ഉണ്ടാക്കും. നല്ലതല്ലേ, സാധാ നമ്മുടെ പഴയ രീതി. അപ്പം നമ്മുടെ ഉള്ളിയുടെ രീതി കണ്ട ഇത്രയും പരുവമായി. നമ്മൾ മട്ടൻ കഴുകി തോർത്തി വെച്ചിട്ടുണ്ട്. ഇത് വിത്ത് ബോണാണ് കേട്ടോ. അപ്പം 1 കിലോയാണ്. ഇതിട്ട് കൊടുക്കും. ഇപ്പം നമ്മൾ ഈ ഉള്ളിക്കകത്തിട്ട് ഒന്ന് വഴറ്റിയിട്ട് നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് തേങ്ങാപ്പാലിലാണ് വേവിക്കുന്നത് കേട്ടോ.
അതിന് സ്പെഷ്യൽ തന്നെയാണ് ഈ കറി. അപ്പോൾ തേങ്ങാപ്പാലിൽ വേവിച്ചെടുക്കുമ്പോൾ ആ തേങ്ങാപ്പാലിൻ്റെ എല്ലാ സത്തുക്കളും കിട്ടും ഞങ്ങൾക്ക്. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഉപ്പ് ഇതുവരെ ചേർത്തിട്ടില്ല കേട്ടോ. അത് തേങ്ങാപ്പാലിൽ കിടന്ന് കുറച്ചൊന്ന് വെന്തതിന് ശേഷം പിന്നെ ചേർത്ത് കൊടുക്കാം. ഉള്ളി നമ്മൾ ഇങ്ങനെ ടൈം എടുത്ത് വഴറ്റുന്നത് കൊണ്ട് ഉള്ളി വഴറ്റുമ്പോൾ ഇടേണ്ട ആവശ്യമില്ല എന്ന് കരുതി. അതുകൊണ്ടാണ് ഞാൻ അപ്പം അതിനൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് അപ്പോൾ ഇതൊന്ന് കണ്ട മട്ടൻ ഇതിനകത്തൊരു 1.25 കിലോളം മട്ടൻ ഇതിനകത്ത് വേവിക്കാൻ പറ്റും. 1.5 കിലോയും വേവിക്കാൻ പറ്റും, ഒരുപാട് ചാറില്ലാത്തത്. ഇതിനകത്തൊന്ന് ഈ വെള്ളത്തിനകത്ത് ഈ എണ്ണയിലും ഉള്ളിയിലും ഉള്ളിയിലും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ കിടന്നൊന്ന് ഒരു സെറ്റായതിന് ശേഷം മാത്രം നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് തേങ്ങാപ്പാലിൽ വേവിച്ചെടുക്കാം. അപ്പം ഇത് രാത്രിത്തേക്കുള്ള കറിയാണ് കേട്ടോ. അപ്പം ഞാനിത് ഇത് വെച്ച് അടച്ച് വെക്കാം. അല്ലേ, ആവി പുറത്തോട്ട് പോവാതെ. പണ്ടുള്ള അമ്മച്ചിമാരൊക്കെ ഇങ്ങനെ ഒന്നുകിൽ ഇതിന് മൺചട്ടിയുടെ തന്നെ അടപ്പ്, അല്ലെങ്കിൽ ഒരു മൺചട്ടി എടുത്ത് ഇതേപോലെ അടച്ചു വയ്ക്കും. അങ്ങനെയാണ് പണ്ടുള്ള അമ്മച്ചിമാർ ചെയ്യുന്നത്. അപ്പം നമുക്കങ്ങനെ നാടൻ ശൈലിയിലാണ് ഇന്ന് വെക്കുന്നത്. ഇത് നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കണ്ട, ഈ ഇഞ്ചിയുടെ തോട് എല്ലാം ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് കമ്പോസ്റ്റിനകത്തിടാം. എല്ലാവരും ഇതേ രീതിയിൽ ചെയ്യുക. അപ്പം നമ്മുടെ വീട്ടിൽ വേസ്റ്റുകളൊന്നും പുറത്ത് കിടക്കത്തില്ല. ഓക്കെ, നമ്മുടെ തീ വളരെ മിതമായിട്ട് ഇട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ. വളരെ കുറേശ്ശെ മാത്രമേ അത് ഇട്ട് കൊടുക്കാവൂ തീയെ. അപ്പം അതിനനുസരിച്ച് പതുക്കെ വെന്താൽ മതി. ആ ഉള്ളിയായിട്ടൊന്ന് കിടന്നൊന്ന് സെറ്റായിട്ടുണ്ട്, കണ്ടല്ലേ. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇപ്പം ഞാൻ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് കൂടുതൽ പാലുണ്ട്, അത് ചേർത്താണ് നമ്മൾ വേവിക്കുന്നത്. തലപ്പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് എല്ലാം സെറ്റായി കഴിഞ്ഞിട്ടല്ല ഇടുന്നത്, എല്ലാം സെറ്റാവുന്നതിന് മുമ്പ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിനകത്ത് കിടന്നൊന്ന് നല്ലപോലെ ഒന്ന് സെറ്റാവാനുണ്ട്. ഓക്കെ, അപ്പം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മസാല ഐറ്റംസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. മുളക്, മല്ലി, മഞ്ഞൾ, ഇതാണ് മസാല ഐറ്റംസ്. നമ്മളിപ്പോൾ ചേർക്കുമ്പോൾ അല്പം ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കും. കുരുമുളക് നന്നായിട്ട് വേണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ടിട്ട് കണ്ടല്ലേ. മല്ലിപ്പൊടി ഇച്ചിരി കൂടുതൽ, ഇതിന് 2 സ്പൂൺ ഇട്ടു, അതായത് കുമിച്ച്. ഇതിന് 1 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് ബാക്കിക്ക് നമ്മൾ കുരുമുളകാണ് ചേർക്കുന്നത് കേട്ടോ. പിന്നെ ഇത്തിരി ഗരം മസാലയും കൂടെ ഇതിൻ്റെ കൂടെ ഇടും കേട്ടോ. കുരുമുളക് പതുക്കെ ഇടും. ഇനി ആ തേങ്ങാപ്പാലിൽ കിടന്ന് നന്നായിട്ടൊന്ന് സെറ്റാവണം. ഇനി ഒരു കാര്യമുണ്ട്, അടുപ്പിൽ വെക്കുന്ന ഇതിനകത്ത് ആ ഊറി വരുന്ന വെള്ളം അപ്പം ഒന്ന് വറ്റും കേട്ടോ. കണ്ടല്ലേ എങ്ങനെ ഉണ്ടോ? ഇതിനൊക്കെ വെച്ചുണ്ടാക്കി എടുക്കുന്ന കറിക്ക് അതിൻ്റേതായിട്ട് ഞാൻ ഇച്ചിരി മസാലയും കൂടെ എടുക്കുന്നുണ്ട് കേട്ടെ. ഗരം മസാല, അല്പം ഗരം മസാലയും കൂടെ ഇപ്പം കുറച്ചേ ഇടുന്നുള്ളൂ. ഇത് നമ്മുടെ വീട്ടിൽ പൊടിച്ച ഗരം മസാല കേട്ടോ. അപ്പം അതൊന്ന് ഇതിനകത്ത് കിടന്ന് വറ്റി 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 നല്ല ഒരു പരുവമാണ് കേട്ടോ. മതി. ഇനി നമുക്ക് നമ്മുടെ തേങ്ങാപ്പാൽ, അതായത് ഇത് തലപ്പാലല്ല, 2ാം പാലാണിത് കേട്ടോ. ഞാൻ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് ഇത് മിക്സ് ചെയ്തെടുത്തതാണ്. ഇതൊന്ന് കഴുകി ഒഴിക്കട്ടെ. ഇനി തലപ്പാൽ ചേർക്കുന്നത് കറിയെല്ലാം സെറ്റായതിന് ശേഷമല്ല, അതിന് മുമ്പ് ചേർത്ത്
ഇതിനകത്ത് സെറ്റാവാൻ വേണ്ടിയിട്ടുള്ള ടൈം കൊടുക്കണം. ഇത് പതുക്കെ കേട്ടോ, വളരെ പതുക്കെ വേവിച്ചെടുക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ അവിടെ ഇരിക്കട്ടെ. നമുക്ക് നമ്മുടെ ചട്ടി വെച്ച് അടച്ചു കൊടുക്കാം. ഇത്തിരിയും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടേ ഇല്ല ഇതുവരെ, നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇതാ ഇളക്കിയൊക്കെ പതുക്കെ സെറ്റായി വരട്ടെ കേട്ടോ. കുരുമുളക് ചേർക്കണം, ഇച്ചിരി ഉണ്ടാവട്ടെ. നമ്മുടെ ചട്ടി വെച്ചടച്ചു, ആവി പുറത്ത് പോവാതെ അടച്ചു. ഓക്കെ, കറി കണ്ടോ മക്കളെ? ആവട്ടെ, നമ്മൾ ഉപ്പാണ് ഇട്ടിട്ടുള്ളത്, ഉപ്പിട്ടായിരുന്നു. ഇനി സെറ്റായിക്കോളും. ഇനി നമുക്കല്പം കുരുമുളക്, ഇത് ഞാനങ്ങ് ഫൈൻ പൊടിയായിട്ടല്ല പൊടിച്ചേക്കുന്നത്, കുറച്ച് തരികളുണ്ട്. ഈ സ്പൂണിന് 1.5 സ്പൂൺ, അത് തന്നെ ധാരാളമാണ് കേട്ടോ. അപ്പം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ടേസ്റ്റ് ഞാൻ നോക്കി, അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളിത് സത്യമായിട്ടൊന്ന് വെച്ച് നോക്കണേ, വെച്ച് നോക്കാൻ ശ്രമിക്കുക. വെച്ച് നോക്കിയെങ്കിൽ മാത്രമേ അതിൻ്റെ ഫീഡ്ബാക്ക് കൊള്ളാവോ കൊള്ളത്തില്ലയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ ഒന്ന് ടേസ്റ്റ് നോക്കാം. നമുക്കൊന്ന് നോക്കിയാലോ എങ്ങനെയുണ്ടെന്ന്. മട്ടൻ കറി ഈ പരിപാടിയുണ്ട്. അതൊക്കെ ആവട്ടെ, ഒരു തിരക്കും ഇല്ല. ഇനി ഞാൻ ആ പാല് ചേർത്ത് കൊടുക്കും കേട്ടോ. ഒരു വെപ്രാളവും ഇല്ല. അപ്പം കുരുമുളകൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി കറിവേപ്പില പോയി പിച്ചണം, കറിവേപ്പിലയും കൂടെ ഇടണം. ആഹാ, എന്തൊരു ടേസ്റ്റാണ്! നിങ്ങളിങ്ങനെ വെച്ച് നോക്കണം, മറക്കരുതേ. ഇതാ നമ്മുടെ ഒന്നാം പാല് ചേർത്തിട്ട് ഈ പാൽ ഇതിനകത്ത് നന്നായിട്ട് പിടിക്കണം കേട്ടോ. അങ്ങനെ വേണം ചെയ്യുന്നത്. നല്ല തേങ്ങാപ്പാൽ ചേർത്ത് ഉടനെ ഇതൊന്നും പിരിയത്തതും ഇതായത് ഇത്രയും കറിയാക്കുന്നത് വരെ ഒരു പിരിയലും ഉണ്ടായില്ല. അപ്പോൾ നമുക്ക് അവിടെ കിടന്ന് സെറ്റാവണം. ഈ തേങ്ങാപ്പാലിൽ കിടന്നൊരു കുറുകലുണ്ട്, ഭയങ്കര ടേസ്റ്റ് കേട്ടോ. നിങ്ങൾക്ക് ഊഹിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. തീ ഞാൻ വളരെ കുറച്ച് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അവിടെ കിടന്നാവട്ടെ. ഇനി എനിക്ക് വേറെ ഇച്ചിരി പരിപാടിയുണ്ട്. ഇച്ചിരി കൊഞ്ചേറി വെച്ചോണ്ടിരിക്കുക, നിങ്ങളെ കാണിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല കേട്ടോ. നമ്മുടെ കറിവേപ്പില പിച്ചിക്കൊണ്ട്, ഇതിനാവശ്യമായ പിച്ചിക്കൊണ്ട് വന്നേ. കണ്ട, നല്ല കിളുന്ന് മട്ടനായിരുന്നു കേട്ടോ. കണ്ടല്ലേ, മതി. ഇത് വൈകുന്നേരം ആകുമ്പോഴത്തേനും അത് നല്ല വറ്റി സെറ്റായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കാൻ പോവാം. കൊഞ്ചുകറി അടുപ്പിൽ റെഡിയായി, അതിനും കൂടി ഇച്ചിരി ഞാൻ ഇതിൽ നിന്ന് കറിവേപ്പില ഇടും. ഇനി ഒരല്പം മസാലയും കൂടി ഇടും ഇതിനകത്ത് കേട്ടോ, ഒരല്പം. വൈകുന്നേരം ആവുമ്പോൾ ഈ കറിയുടെ ഒരു രീതി ഡിഫറെൻ്റ് തന്നെ ആയിരിക്കും. ഞാൻ ടേസ്റ്റ് നോക്കിയാട്ടോ, അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഗുണം രുചിയുണ്ട്. അപ്പം ഞാൻ ഇതെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഇതെടുത്ത് ഇപ്പത്തടുപ്പി വെക്കും കേട്ടോ. ഇങ്ങനെയൊന്നും ആൾക്കാർ ചെയ്ത് കളയരുതേ. വളരെ സൂക്ഷിച്ച് ഇടത്തൊക്കെ
ഇനി എനിക്ക് ചോറിരിപ്പുണ്ട് എടുക്കാൻ പക്ഷേ നമ്മൾ നമ്മുടെ എലനും ജൂലിക്കും കൂടെ നമ്മുടെ അടുത്ത് നിന്ന് തന്നെ വെക്കുന്നത്. ഞങ്ങളതുകൊണ്ട് ഉപ്പിടത്തില്ല ചോറിന്. അപ്പോൾ ഇതിന് തീയിട്ട് കൊടുക്കണം. അത് വൈകുന്നേരം ആകുമ്പോഴത്തേനും വെന്താലും മതി, പതുക്കെ വെന്താൽ മതി. എനിക്ക് അത്ര അർജൻസി ഒന്നുമില്ല. അപ്പം നമ്മുടെ വീഡിയോ കണ്ടല്ലോ എല്ലാവരും, സ്പെഷ്യൽ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. പക്ഷേ പണിയൊന്നും തീർന്നില്ല. ഇവിടെ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. കാണിച്ചു തരാം. ഇതിൻ്റെ ടേസ്റ്റ് ഇനി ആ കുരുമുളകൊന്ന് പിടിച്ച് വരണം. ഒരു അല്പം കൂടെ കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ തേങ്ങാപ്പാൽ 1 പാൽ ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് 1 പാൽ ഇച്ചിരി കൂടെ കഴിയുമ്പോൾ ചേർത്ത് കൊടുക്കാം. പിന്നെ അപ്പോഴും നോക്കാം ഉപ്പ് എങ്ങനെ ഉണ്ടെന്ന്. ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കണം. ഞാൻ മുളക് എടുത്തുകൊണ്ട് ചുമന്ന അരിക്കെടുത്തിട്ടേക്കുന്നത് അത്. അപ്പം നമുക്ക് പതിവ് പോലെ ഇത് വെച്ച് അടയ്ക്കാം. ഇവിടെ ഇരിക്കട്ടെ, അപ്പം അതൊക്കെ കിടന്ന് തീ ആവട്ടെ കേട്ടോ. ഈ ഗരം മസാല ഇച്ചിരി കൂടെ ഇട്ട് കൊടുക്കണം, ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ വേറെ എടുത്ത് വെച്ചു, മതിയത് സെറ്റാക്കി. ഇതൊക്കെ ഇട്ടത് നിങ്ങളെ കാണിച്ചെന്ന് തോന്നുന്നു. കറിവേപ്പില ഞാൻ കറിവേപ്പിലയൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചു. ഇനി വൈകിട്ട് എടുത്താൽ മതിയത്. ഞാനിവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഷീറ്റിട്ട് വെളിയിലോട്ട് ഇങ്ങനെ ഭയങ്കര നീളത്തിൽ ഇറക്കിയിട്ടുണ്ട്. ഈ ഭിത്തിയിലൊക്കെ ഇനി അലമാരാസ് വരും. പിന്നെ എനിക്ക് വേറെ ഗ്യാസ് അടുപ്പിരിപ്പുണ്ട്, അതൊക്കെ എടുത്തൊന്ന് ഫിറ്റ് ചെയ്യണം. തറയൊന്ന് റെഡിയാക്കാനുണ്ട്. കുറച്ച് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇവിടെയൊക്കെ എനിക്ക് ഹാങ്ങിങ് ഇവിടെയൊക്കെ ഇല്ലേ, ആ കമ്പി പോയേക്കുന്ന ആ സ്ഥലത്തൊക്കെ അവിടെയൊക്കെ ഹാങ്ങിങ് ചെടികളൊക്കെ ആക്കാം. പിന്നെ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ ആയിട്ട് കാണാം. ഇനി സ്പെഷ്യൽ ചിലപ്പം ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കും. സ്പെഷ്യൽ ഉണ്ടാക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ കാണിക്കുകയും ചെയ്യും. അപ്പം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യണം. ഇനി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കടയിലെ സാധനങ്ങളെടുത്ത് ഡെക്കറേറ്റ് ചെയ്യാൻ പോയി മേടിക്കണ്ട. ബലൂണും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അപ്പം അതൊക്കെ നമുക്കെടുത്ത് അതൊക്കെ എല്ലാം റെഡിയാക്കി വെക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. വിയർത്ത് കുളിച്ച് എനിക്ക് ഈ ജോലി ചെയ്യുന്ന സമയത്തെ കിച്ചണിൽ പണിയെടുക്കുമ്പോൾ കുറച്ച് ലൂസ് മാക്സി ഇടുന്ന ഇഷ്ടം. അപ്പോൾ നമുക്ക് നല്ലതാണ്. ആൾവേസ് ഞാൻ ശരിക്കും വിയർക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇനി വീഡിയോ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.